ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. നിഫ്റ്റി ഇന്ന് കുറച്ച് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ബിക്കോസ് വേൾഡ് ക്യൂസ് ഓയിൽ പ്രൈസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 120 പോയ ഓയിൽ പ്രൈസ് $88 തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് വാർ കുറച്ച് ഈസ് ആവുന്നതിന്റെ ലക്ഷണങ്ങളെല്ലാം കാണുന്നുണ്ട്. ഓയിൽ പ്രൈസ് കുറച്ച് ഫോൾ ആയിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ബേസിസിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ബട്ട് ഫസ്റ്റ് ഇന്നൊരു സെല്ലിംഗ് ക്യാൻഡിൽ ആയിരുന്നു. ഇന്നത്തെ ഓൾമോസ്റ്റ് ഒരു സെയിം ടൈപ്പ് ഓഫ് മൊമെന്റമാണ് നമ്മൾ കണ്ടത്. സെല്ലിംഗ്, ദെൻ ഫർദർ കൺസോൾട്ടേഷൻ, മൂവിങ് അപ്പ്. സോ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഡൗൺ ആണെങ്കിലും ഒരു ബൈയിങ്, ലോവർ ലെവലിൽ ഒരു ബൈയിങ് കാണുന്നുണ്ട്. സോ അതൊരു വളരെ പോസിറ്റീവ് കാര്യമാണ്. നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ ഒരു പ്യൂർലി ബുള്ളിഷ്, ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ ബുള്ളിഷ് ആണ്. ബട്ട് ഓവറോൾ പാറ്റേൺ നെഗറ്റീവ് ആണെങ്കിലും ഡെയിലിയുള്ള ലാസ്റ്റ് 1, 2, 3, 6 ഡേയ്സ് നോക്കുമ്പോൾ അതിൽ 1 ഡേ ഒഴിച്ച് ബാക്കി 5 ഡേയ്സും ബൈയിങ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കണം. കാരണം ഒരു പ്യൂർലി സെല്ലിംഗ് മാർക്കറ്റ് അല്ല ഇത്. എനിക്ക് അത് ഷുവറാണ്, സെല്ലിംഗ് മാർക്കറ്റ് അല്ല. ബട്ട് ഒരു ഗ്ലോബൽ ക്യൂസ് കാരണം ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആവുന്നുണ്ട്. എക്സെപ്റ്റ് ഫ്രൈഡേ ഒരു സെൽ ഓഫ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഒരു ബൈയിങ് ഉണ്ടാവുന്നുണ്ട് ലോവർ ലെവലിൽ നിന്ന്. ഓക്കെ, സോ അതൊരു വളരെ പോസിറ്റീവ് കാര്യമാണ്. ബാങ്ക് നിഫ്റ്റി നോക്കിയാലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്നൊരു 1.66 അപ്പായിരുന്നു. അത് നല്ലൊരു പോസിറ്റീവ് ഒരു കാര്യമാണ്. ഇന്നലത്തെ പോലെ തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ സെൽ ഓഫ് ഉണ്ടാവാൻ കാരണം ഫസ്റ്റ് ഒരു ഗ്ലോബൽ ക്യൂസിന്റെ സെൽ ഓഫ് ആണ്, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന്റെ സെൽ ഓഫ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫർദർ അപ്പിലോട്ടുള്ള ഒരു മൊമെന്റം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിരുന്നു. ഓക്കെ, സോ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എനിക്ക് നല്ലൊരു പോസിറ്റീവ് പോലെ തോന്നുന്നുണ്ട്. അത് ഞാൻ ഇന്നലെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നിഫ്റ്റി സ്മോൾ ക്യാപ്പിൽ ഈ ഒരു സോണിന്റെ മുകളിലാണ് വന്നത്. അതുമല്ല പിന്നെ ആ ഒരു ഏരിയയിലോട്ട് പിന്നെയും വന്നിട്ടുണ്ട്. സോ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എനിക്കൊരു ബൈയിങ്, അത് ചില സ്റ്റോക്സ് ഒക്കെ നല്ല ബൈയിങ് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് സ്മോൾ ക്യാപ്പ് ഇന്ത്യ ഹീറ്റ് മാപ്പ് നോക്കുമ്പോൾ മനസ്സിലാവും. ചില സ്റ്റോക്സിലൊക്കെ FIs ആണോ DIs ആണോ എന്ന് അറിയത്തില്ല, നല്ലൊരു ബൈയിങ് ഉണ്ടാവുന്നുണ്ട് സ്മോൾ ക്യാപ്പിൽ. ഒരു ലാസ്റ്റ് കുറച്ച് നാളിന് മുന്നേ ഉള്ളതല്ല, ഒരു സ്മോൾ ക്യാപ്പിൽ ഒരു ട്രെൻഡ് ചേഞ്ച് പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. മിഡ് ക്യാപ്പ് നോക്കിയാൽ മിഡ് ക്യാപ്പ് ഒരു നല്ലൊരു ബുള്ളിഷ് പാറ്റേൺ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സ്മോൾ ഫ്രെയിമിൽ, ലോങ് ടൈമിലല്ല, സ്മോൾ ഫ്രെയിമിൽ. ഇതൊക്കെയാണ് നമുക്ക് മീൻസ് ഇന്ത്യയിലുള്ളത്. ബിറ്റ്കോയിൻ നോക്കുമ്പോൾ ബിറ്റ്കോയിൻ ഒരു ചെറിയൊരു പുൾ ബാക്ക് പോലെ കാണുന്നുണ്ട്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. പുൾ ബാക്ക് പോലെ നമുക്ക് 1 hour ചാർട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. കൺസോൾട്ടേഷൻ ബ്രേക്ക് ത്രൂ ചെയ്തു. പിന്നെ അത് തിരിച്ചൊരു മൊമെന്റം പോലെ കാണുന്നുണ്ട്. ഞാൻ ഇവിടെ ഈ ഒരു ഫോം ആയപ്പോൾ ഇവിടെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഞാൻ ഇതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കും. ഇതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് പോകുന്നതെന്ന്. ഓക്കെ, ഗോൾഡ് നമുക്ക് നോക്കാം. ഗോൾഡ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്യാൻഡിൽ ഞാൻ ട്രേഡ് എടുത്തു. ഈ ഒരു ക്യാൻഡിൽ ക്രോസ് ചെയ്തപ്പോൾ ട്രേഡ് എടുത്തു. സോ ഇതിന്റെ താഴെയാണ് എന്റെ സ്റ്റോപ്പ് ലോസ്. നമുക്ക് എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ, കാരണം ഞാനൊരു 300 റേഞ്ചിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന് മുന്നേ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്കത് നോക്കാം. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് അത് മൂവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സിൽവർ ഒരു പോസിറ്റീവ് മൊമെന്റത്തിൽ തന്നെയാണ്. എനിക്കൊരു സിൽവറിൽ ഞാൻ ട്രേഡ് എടുത്തില്ല. ബട്ട് ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു രാവിലെ ഈ ഒരു ട്രേഡ് ക്രോസ് ഇവിടെ എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചിട്ട് എനിക്കൊരു ബ്രേക്ക് ത്രൂ പോലെ അത് തോന്നുന്നുണ്ട്. ഒരു കൺസോളിഡേറ്റഡ് ഒരു മൊമെന്റം, ഒരു അപ്സൈഡ് മൊമെന്റത്തിനുള്ള ഒരു ബ്രേക്ക് ത്രൂ പോലെ തോന്നുന്നുണ്ട് ഇപ്പം കണ്ടിട്ട്. നമുക്ക് ഡെയിലി ക്യാൻഡിൽ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമാവും. കണ്ടോ, ഒരു ബ്രേക്ക് ത്രൂ പോലെ തോന്നുന്നുണ്ട്. ഇതിന്റെ ഒരു ഹൈ ക്രോസ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കാണുന്നുണ്ട്. ഓക്കെ, സോ ഇതെല്ലാമാണ് ടെക്നിക്കൽ അനാലിസിസ്. നമുക്ക് ഹീറ്റ് മാപ്പ് ഒന്ന് നോക്കാം. എല്ലാ ഇൻഡസ്ട്രീസും പോസിറ്റീവ് ആയിരുന്നു. ഇന്നൊരു നിഫ്റ്റിയൊക്കെ 0.97 അപ്പായിരുന്നു. നിഫ്റ്റിയിൽ ശ്രീറാം ഫിനാൻസ്, ഏഷ്യൻ മോട്ടോഴ്സ്, TMPV, ഇൻഡിഗോ എല്ലാം അപ്പായിരുന്നു. ചെറിയ സ്റ്റോക്സ് റിലയൻസ് ലാസ്റ്റ് 2 ദിവസം പോസിറ്റീവ് ആയിരുന്നു. അതിന്റെ ചെറിയ സ്ലൈഡ്ലി നെഗറ്റീവ് ആയിരുന്നു. ഭാരതി എയർടെൽ, TCS, ഇൻഫി, എറ്റേണൽ മീൻസ് ഒരു കണ്ടിന്യൂസ് ഒരു 1 month ആയിട്ട് ഫോളോ ആവുകയാണ്. മീൻസ് റീസൺ അറിയത്തില്ല, ഇതിന്റെ മാനേജ്മെന്റ് മാറിയതാണോ എന്ന് അറിയത്തില്ല. ബട്ട് കണ്ടിന്യൂസ് ഫോളോ ആവുകയാണ് എറ്റേണൽ. നിഫ്റ്റി 50, നെക്സ്റ്റ് 50 നോക്കിയാൽ PFC, മദർസൺ, CG പവർ, മാക്ഡോക്ക് ഇതെല്ലാം അപ്പായിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് നോക്കാൻ ഡിമാർട്ട്, നൗകരി, IOC, BPCL, സോളാർ ഇൻഡസ്ട്രീസ് എല്ലാം
ഡൗൺ ആയിരുന്നു. ബട്ട് മേജർലി ഇതെല്ലാം ഒരു പോസിറ്റീവ് മൊമെന്റത്തിലായിരുന്നു. നമുക്ക് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് 150 നോക്കാം. FACT, ഡിക്സൺ, നാം ഇന്ത്യ, ഗ്ലെൻമാർക്ക് ഇതെല്ലാം കുറച്ചൊരു അപ്പായ സ്റ്റോക്സ് ആണ്. ഒരു ഹാഫ് പെർസെന്റേജിലാണ് ഡൗൺ ആയത്. പോളിക്യാബ് 6.12 ഡൗൺ ആയിരുന്നു. കേബിൾ സ്റ്റോക്സ് എല്ലാം ഇന്ന് കുറച്ച് ഡൗൺ ആയിരുന്നു. KE പോളിക്യാബും ഹെക്സ്റ്റ് 2.82, കോഫോർജ് ഇതെല്ലാം കുറച്ച് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. പോളിക്യാബ് കുറച്ചധികം ഫോൾ ആയിട്ടുണ്ടായിരുന്നു, 6.13. നമുക്ക് സ്മോൾ ക്യാപ് 250 നോക്കുമ്പോൾ AL 20%, ഹാഫ്റ്റ് മൈൻസ് 17.47, RCF ഇതെല്ലാം കുറച്ച് അപ്പായ സ്റ്റോക്സ് ആണ്. ABS ALMC 12.37 അപ്പായിരുന്നു. RCF 16.7, AL 20% അപ്പർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. റെഡിംഗ്ടൺ 10.72, തേജസ് നെറ്റ്വർക്ക് 10%, ഇതെല്ലാം കുറച്ച് അപ്പായിരുന്നു. നെഗറ്റീവ് നോക്കുകയാണെങ്കിൽ പോളി മെഡിക്കർ, വൺ സോഴ്സ്, ഫിൻ കേബിൾ സോഴ്സ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാമാണ് ഹീറ്റ് മാപ്പ്. ന്യൂസ് പറയുമ്പോൾ മെയിൻലി ഒരു വാർ ഈസി ചെയ്യുന്നതിന് ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് ഹോപ്പ് നമുക്ക് വാർ പെട്ടെന്ന് അവസാനിക്കാൻ വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം. സോ ക്രൂഡ് ഓയിൽ പ്രൈസ് ഇപ്പോൾ ക്രൂഡ് ഓയിൽ എത്രയാണെന്ന് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ല. ക്രൂഡ് ഓയിൽ നമുക്ക് നോക്കാം. US ഓയിൽ ഫർദർ ഡൗൺ ആയിട്ടുണ്ട്. ഒരു 120 വരെ പോയിട്ട് ഇപ്പോൾ ഒരു 84ലാണ് ട്രേഡ് ചെയ്യണത്. ഒരു $30 മുകളിൽ ഡൗൺ ആയിട്ടുണ്ട്. $35 അടുപ്പിച്ച് ഡൗൺ ആയിട്ടുണ്ട്. ഒരു ഷാർപ്പ് പ്രൈസ് ആയിരുന്നു ഇവിടെ. മീൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു 20 ഈ ഒരു റഷ്യ ഉക്രൈൻ വാറിലാണ് ആ ഒരു 130 വരെ പോയത്. 130 വരെ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് ഷാർപ്പ് പ്രൈസ് ആയിരുന്നു, സഡൻ സ്പൈക്ക് ആയിരുന്നു. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് തന്നെ ഒരു ഈസ് ആയിട്ടുണ്ട്. സോ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രൂഡ് ഓയിൽ കുറയുകയാണെങ്കിൽ മാർക്കറ്റ് അത് വളരെ പോസിറ്റീവ് ആയിരിക്കും. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വളരെ ഡൊമസ്റ്റിക് യൂസ് എല്ലാം പോസിറ്റീവാണ്. സോ ഡൊമസ്റ്റിക് യൂസ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതൊരു പെട്ടെന്ന് റിക്കവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നത് സ്മോൾ ക്യാപ്പ് നല്ല രീതിയിൽ മൂവ്മെന്റും വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എനിക്ക് പേഴ്സണലി തോന്നുകയാണ്. കാരണം ഒത്തിരി നാളായിട്ട് ഒരു ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഒരു കണ്ടിന്യൂസ് ഫോൾ ആവുന്നില്ല, ഹോൾഡ് ചെയ്യുന്നുണ്ട്. എക്സെപ്റ്റ് ഇപ്പം ഈ ഒരു ഫോൾ ആയ പോലും സ്മോൾ ക്യാപ്പ് ഒരു ദിവസം മാത്രമേ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിട്ടുണ്ട്. ബാക്കിയുള്ള ഫ്രൈഡേ പോലും അത്ര ഒരു ഫോൾ ആയിട്ടില്ല. കമ്പയർ ടു ലാർജ് ക്യാപ്പ് ഒരു ഫോൾ ആയിട്ടില്ല, ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ എനിക്കൊരു ഒരു തിരിച്ചു വരവ് പോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ 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 ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നാളെ പുതിയൊരു ഡെയിലി അനാലിസിസ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.